ചതയ ദിനാഘോഷങ്ങൾക്ക് BJP OBC മോർച്ചയെ ചുമതലപ്പെടുത്തിയതിൽ പാർട്ടിയിൽ ഭിന്നത കനക്കുകയാണ്. മുതിർന്ന നേതാവ് KA ബാഹുലേയൻ BJP വിട്ടു. ചതയ ദിനാഘോഷം നടത്താൻ OBC മോർച്ചയെ ഏൽപ്പിച്ചത് സങ്കുച തീരുമാനമായി പോയെന്നാണ് KA ബാഹുലേന്റെ പരാതി. 24 ഇക്കാര്യം അദ്ദേഹം പറഞ്ഞു. വിവരങ്ങൾ. ഇവരിങ്ങനെ ഗുരുദേവനെ അവമാനിക്കുന്നതിൽ എനിക്ക് വലിയ അമർഷമുണ്ട്. ഗുരുദേവനെ എവിടെ ആചരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവര് ആചരിക്കുന്നെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് അവരെല്ലാവരും ചേർന്ന് ആചരിക്കണം. അല്ല, ഒരു OBC മോർച്ച, പ്രത്യേകിച്ച് ഈ OBC മോർച്ച ഏൽപ്പിച്ചതിൽ വലിയ സങ്കുചിത്വമുണ്ട്. അത് പൊറുക്കാവുന്നതല്ല. ഗുരുദേവനെ ഹിന്ദു സന്യാസിയാക്കാൻ പാടില്ല, ഗുരുദേവനെ ഈഴവനാക്കാൻ പാടില്ല. ഗുരുദേവൻ തികഞ്ഞ ഒരു മനുഷ്യനാണ്. ഗുരുദേവനെ ദൈവവും ആക്കാൻ പാടില്ല. കാരണം ദൈവമാക്കിയാൽ പിന്നെ ഗുരുദേവൻ ദർശനം ആണ് ഗുരുദേവന് ദൈവം. അപ്പൊ ആ ദർശന വിരുദ്ധമായ ഒരു കാര്യവും നമുക്ക് താങ്ങാവുന്നതല്ല കേരളത്തിലെ. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളും അയച്ചിരുന്നു. അലക്സ് റാം, ശരിക്കും ഈ ഭിന്നതയ്ക്ക് അങ്ങനെ ഒരു അടിസ്ഥാനമാണോ കാരണം? തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസം TP സെൻകുമാർ, BJP നേതാവായ മുൻ DGP TP സെൻകുമാറും സമാനമായി ഫേസ്ബുക്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഈ വിഷയത്തിൽ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. അതായത് ചതയ ദിനാഘോഷം സംഘടിപ്പിക്കാൻ പാർട്ടി OBC മോർച്ചയെ ചുമതലപ്പെടുത്തിയതാണ് പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂപപ്പെടാനും അത് കനക്കാനും കാരണമായിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് KA ബാഹുലേയൻ. അദ്ദേഹം BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു, പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം SNDPയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഈ തീരുമാനത്തിൽ, അതായത് ചതയ ദിനം ആഘോഷിക്കാൻ പാർട്ടി OBC മോർച്ചയെ ചുമതലപ്പെടുത്തിയതിൽ അതിൽ സങ്കുചിത താല്പര്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്ത കാര്യമാണ് പാർട്ടി ചെയ്യുന്നത്. ഗുരുദേവൻ അങ്ങനെ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ താഴ്ത്തിക്കെട്ടാൻ ആ നടപടി BJPയുടെ നിലപാട് പൊറുക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാലാണ് താൻ പാർട്ടി വിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നത് ശ്രീനാരായണ ഗുരു മനുഷ്യനാണ്, അദ്ദേഹത്തെ ദൈവമാക്കാനോ ഏതെങ്കിലും ജാതിയുടെ കീഴിൽ അദ്ദേഹത്തെ പെടുത്താനോ ശ്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ഗുരുദേവന്റെ ദർശനങ്ങളാണ് ദൈവത്വമുള്ളത്, ദൈവമായി ആചരിക്കുന്ന ഗുരുദേവന്റെ ദർശനങ്ങളാണ്. അത് അങ്ങനെ തന്നെ വേണം. BJP എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ചതയദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിപാടി സംഘടിപ്പിക്കാൻ OBC മോർച്ചയെ ചുമതലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഗുരുദേവൻ അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിന്റേത് മാത്രമാണോ എന്ന രൂക്ഷമായ ഭാഷയിലാണ് KA ബാഹുലേയന്റെ പ്രതികരണം. സമാനമായ വിമർശനം പാർട്ടിക്കുള്ളിൽ, ഈ ഭിന്നത പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.